ചെറുപ്പം തൊട്ടേ കൃഷിയിൽ തൽപരനായിരുന്നു നവജിത്ത്. ഇത്തവണ കൃഷിയിറക്കിയപ്പോൾ പുത്തൻ രീതികൾ പരീക്ഷിക്കാനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി. യൂട്യൂബിൽ നിന്നാണ് പ്രിസിഷൻ ഫാമിംഗ് അഥവാ സൂക്ഷ്മ കൃഷിയെക്കുറിച്ച് പഠിച്ചത്. മുതൽ മുടക്ക് അല്പം കൂടിയെങ്കിലും സാധാരണയിൽ കവിഞ്ഞ വിളവ് ലഭിച്ചു. പയറും വെണ്ടയും ഇരട്ടി വിളവ് കിട്ടി. പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലാണ് നമ്മൾ ഇത്തവണ പച്ചക്കറി കൃഷി നടത്തിയിട്ടുള്ളത്. ഒരു വൻ വിജയമായിട്ടുണ്ട്. സാധാരണ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത് ആദ്യം. പക്ഷേ ഇത്തരത്തിൽ കാണുമ്പോൾ ആൾക്കാർക്കൊക്കെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് തന്നെ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചോദിക്കുന്നുണ്ട്, പച്ചക്കറി വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റാത്ത അത്രയും ആവശ്യക്കാർ നമ്മുടെ ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മൾ മറ്റൊരു മാർക്കറ്റ് കണ്ടെത്തേണ്ടതായിട്ടില്ല. വീടിനോട് ചേർന്നുള്ള 30 സെന്റ് സ്ഥലത്താണ് നവജിത്തിന്റെ കൃഷി. പഠനം കഴിഞ്ഞ് ജോലിക്കായി ശ്രമിക്കുന്നതിനിടെയാണ് പ്രിസിഷൻ ഫാമിംഗ് പരീക്ഷിച്ചത്. ഇനി മറ്റു പച്ചക്കറികളിൽ കൂടി ഈ രീതി പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഈ യുവ കർഷകൻ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ് ആണ് നമ്മുടെ കൂടെയുള്ളത്. സാരംഗ്, ഈ ഒരു കാലത്ത് ശരിക്കും യുവാക്കൾ എന്തുകൊണ്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത് എന്ന് അറിയാൻ ഒരു കൗതുകം ഉണ്ടാകും അല്ലേ? അങ്ങനെയുള്ള കാലം കൂടിയാണ് ഇപ്പോൾ. നവജിത്തിനെ സംബന്ധിച്ചും എന്തുകൊണ്ടാണ് ഈ കൃഷിയിൽ ഒരു കൈ നോക്കിക്കളയാം എന്ന് വിചാരിച്ചത്? മാത്രമല്ല, പുത്തൻ രീതികളും പരീക്ഷിക്കുകയാണ് ആള്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നവജിത്തിനെ പോലുള്ള ചെറുപ്പക്കാര് ഈ ജെൻസി തലമുറയ്ക്കൊക്കെ നല്ല മാതൃകയാണെന്ന് തന്നെ പറയാം. കാരണം കൃഷി ഇല്ലാതായി പോകുന്നു. മുതിർന്ന ആളുകൾ മാത്രം, പ്രായം ചെന്ന ആളുകൾ അല്ലെങ്കിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ആളുകൾ മാത്രം കൃഷി ചെയ്യുന്നു എന്ന ഒരു രീതി, ഒരു ധാരണ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ബിരുദ പഠനം കഴിഞ്ഞ് മറ്റൊരു പഠനത്തിനുള്ള ഇടവേളയിൽ നവജിത്തും അത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ചേർന്ന് ഇത്തരത്തിലൊരു കൃഷി നടത്തുന്നത്. മാത്രമല്ല, നമ്മൾ പുതിയ തലമുറക്കാർ ഏതൊരു കാര്യത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് നമ്മളതിൽ ടെക്നോളജി കൊണ്ട്, നമ്മുടെ വളർന്നു വരുന്ന ടെക്നോളജി കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാറുണ്ട്. അത് ഒരു പരിധി വരെ പ്രാവർത്തികമാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നവജിത്ത് ഇപ്പോൾ ഇത്തരത്തിലുള്ള സൂക്ഷ്മ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു പക്ഷേ യൂട്യൂബിലൊക്കെ കാണുന്ന, നമ്മുടെ നാട്ടിലൊക്കെ അത് സുലഭമാണോ എന്നൊന്നും പലർക്കും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും അത്തരത്തിലുള്ള മെത്തേഡുകൾ, ആ രീതികളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കൃഷിക്ക് ഇറങ്ങാത്തത്. പക്ഷേ അത് കുറച്ചധികം പണം ചിലവാക്കേണ്ടി വന്നെങ്കിലും ഇവിടെ ഈ ചെറുപ്പക്കാരൻ അത് പ്രാവർത്തികമാക്കി കാണിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് കിട്ടിയതിൻ്റെ ഇരട്ടി വിളവാണ് കിട്ടുന്നത്. പ്രധാനമായും വെണ്ടയ്ക്കയൊക്കെ തന്നെ നല്ല വിളവ് കിട്ടുന്നുണ്ട്, തക്കാളിക്കൊക്കെ നല്ല വിളവ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ. ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് മറ്റ് കൃഷിഭൂമികളിലേക്ക് കൂടി ഈ സൂക്ഷ്മ കൃഷി എന്താ പറയുന്ന ഈ ഒരു പുത്തൻ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോകുന്നു. എന്തായാലും അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്ലാനുകളും നവജിത്തിനുണ്ട്. അതെല്ലാം തന്നെ അടിപൊളിയായിട്ട് തന്നെ മുന്നിലേക്ക് പോകട്ടെ. എന്തായാലും യുവാക്കൾ ഈ കാർഷിക രംഗത്തേക്കൊക്കെ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് മികച്ചൊരു തീരുമാനം തന്നെയാണ്. ആശംസകൾ നവജിത്ത്.